സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും പലവരും കേട്ടു കാണും, സമസ്തയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. സുപ്രഭാതം പത്രത്തിലൊക്കെ, സമസ്തയുടെ പത്രത്തിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട്. ഗോർ ഷാഹി തെരീക്കത്ത് സംബന്ധിച്ചു അവരുടെ പ്രസിദ്ധീകരണങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത തെരീക്കത്ത് ശരീഅത്ത് വിരുദ്ധമായതിനാൽ പൊതുജനങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും സമസ്തക്ക് പ്രസ്താവന ഇറക്കാനും ഒക്കെ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എല്ലാ തെരീക്കത്തിനും എല്ലാവർക്കും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ രാജ്യമാണ്. പൊതുജനങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് സമസ്ത പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം നമുക്ക് പറയാനുള്ളത്, പൊതുജനങ്ങൾ തീർച്ചയായിട്ടും കഴുതകളല്ല. പൊതുജനങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു നോക്കും, എന്തും പഠിച്ചു നോക്കുന്നവരാണ്. അപ്പം ഗോർഷാഹി, സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹി എന്താണ് പറയുന്നതെന്ന് തീർച്ചയായിട്ടും പൊതുജനങ്ങൾ പഠിച്ചു നോക്കുക തന്നെ ചെയ്യും. അതുപോലെ സമസ്തക്ക് അകത്തുള്ളവരും തീർച്ചയായിട്ടും പഠിച്ചു നോക്കും. ഇപ്പൊ അങ്ങനെയുള്ള കാലമല്ല. ഏതെങ്കിലും പണ്ഡിതന്മാര് പൊതുജനങ്ങൾ വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അത് പഠിച്ചു നോക്കാതിരിക്കുന്ന ഒരു കാലമല്ല ഇത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ശരീഅത്ത് വിരുദ്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, സമസ്ത ഇവിടെ എല്ലാ തെരീക്കത്തിനെയും കേരളത്തിലുള്ള പല ആളുകളെയും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആരെയാണ് ഇവർ അംഗീകരിച്ചിട്ടുള്ളത്? ഒരാളെയും ഇവർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്താണ് ശരീഅത്ത് വിരുദ്ധം എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കെതിരെയും ഇവർ പറയുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഒരു കാര്യം സമസ്ത മനസ്സിലാക്കുക, ഇത് കേവലമായിട്ടുള്ള തെരീക്കത്തല്ല. നിങ്ങൾ പണ്ഡിതന്മാരെന്ന് പറയുന്നവരും ഇവിടുത്തെ തെരീക്കത്തും മങ്ങിച്ച വന്നാൽ വരുന്ന ഇമാം മഹദിയാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹി. അതുകൊണ്ട് തന്നെ വേറെയുള്ള തെരീക്കത്തിനെ പറയുന്നത് പോലെയല്ല ഇത് ആവുക എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ വേറെയുള്ള തെരീക്കത്തുകാരെ പോലെ സർക്കാർ ഗോർഷാഹിയുടെ അനുയായികൾ മിണ്ടാതിരിക്കുകയുമില്ല. കാരണം അവരുടെ കയ്യിൽ ഹക്കുണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾക്ക് രണ്ടും പഠിച്ചു നോക്കാം. സമസ്ത ഇനിയും വിജ്ഞാനികമായി വിമർശിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ജനങ്ങൾ, ബോധമുള്ള അന്വേഷികൾ പഠിച്ചു നോക്കും, എന്താണ് സർക്കാർ ഗോർഷാഹി പറയുന്നതെന്ന് പഠിച്ചു നോക്കും. സുഹൃത്തുക്കളെ, എന്താണ് ശരീഅത്ത് എന്ന് നോക്കാം. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്തിന് ബാഹ്യമായ ശരീഅത്തുണ്ട്, ബാത്തിനിയായ ശരീഅത്തുണ്ട്. ശരീഅത്ത് തന്നെ പൂർണ്ണമായിട്ടും ഈ സമസ്ത പോലെയുള്ള മതസംഘടനകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ശരീഅത്തിന് ബാഹ്യമായിട്ടുള്ള വശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധന, അല്ലെ, ആരാധനകള്, അതുപോലെ തന്നെ നിയമങ്ങള്, മറ്റുള്ള ശരീഅത്ത് ജിസ്മിനെ സംബന്ധിച്ചുള്ളതാണ്. മറ്റുള്ള കർമ്മങ്ങള്, ഇതൊക്കെയാണ് ബാഹ്യമായിട്ടുള്ള ശരീഅത്ത്. എന്നാൽ ബാത്തിനിയായിട്ടുള്ള ശരീഅത്ത് നഫ്സിനെ ശുദ്ധീകരിക്കലാണ്. നഫ്സിനെ ശുദ്ധീകരിക്കാൻ എന്ത് ചെയ്യണം? നഫ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു ഷെയ്ഖ് വേണം. നമുക്കറിയാം, നഫ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു ഷെയ്ഖ് സമസ്തയിലില്ല. നഫ്സിനെ ശുദ്ധീകരിക്കുന്നതിനെ പറ്റി, ബാത്തിനി ശരീഅത്തിനെ പറ്റി അവർക്ക് അറിയില്ല. അപ്പൊ ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് മാത്രം അറിയുകയും ബാത്തിനി ശരീരത്തിനെ പറ്റി അറിയാതിരിക്കുകയും ചെയ്താൽ ഈ ബാഹ്യമായത് വരെ തെറ്റിപ്പോകും എന്നുള്ളതാണ്. ബാഹ്യമായത് വരെ പൂർണ്ണമായിട്ട് അറിയാൻ കഴിയില്ല. കാരണം നഫ്സ് ശുദ്ധമായിട്ടില്ലെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നഫ്സ് ശുദ്ധമായിട്ടില്ലെങ്കിൽ എന്താവും? അത് പിശാചിന്റെ പിടിയിലാവും. നഫ്സിനെ ശുദ്ധമാക്കി നമുക്കുള്ളിലുള്ള നഫ്സിനെ മുസ്ലിം ആക്കണം. നഫ്സ് ശുദ്ധമാക്കാതെ ഇബാദത്തും മറ്റു ആരാധന കർമ്മങ്ങളും മറ്റു ബാഹ്യമായ ശരീഅത്തൊക്കെ എടുക്കുമ്പോൾ അത് ആർക്ക് വേണ്ടിയാ ചെയ്യുന്നത്? അത് പിശാചിന്റെ പിടിയിലായിക്കൊണ്ടാണ് ചെയ്യുന്നത്. കാരണം നഫ്സിനെ ശുദ്ധീകരിച്ചിട്ടില്ല. ഈ ബാത്തിനി ശരീഅത്ത് പോലും അറിയില്ല, ശരീഅത്തിൽ പോലും കാമിലല്ല ഇതുപോലുള്ള മതസംഘടനകളും പുരോഹിതന്മാരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരാണ് തെരീക്കത്തിനെയും അള്ളാഹുവിന്റെ മശായിഖ്മാരെയും ഔലിയാക്കളെയും ടോർച്ചടിച്ചു നോക്കാൻ നിൽക്കുന്നത്. എത്ര കാലമായിട്ട് ഈ അസംബദ്ധമായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്, അതായത് സൂര്യനിലേക്ക് ടോർച്ച് അടിച്ചു നോക്കണം എന്നുള്ള രൂപത്തിലുള്ള തിയറിയാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. ഇവരാണ് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഇടാൻ പോകുന്നത്. എന്നാൽ നഫ്സിനെ ശുദ്ധീകരിച്ചവർ വിജയം പ്രാപിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരാളിൽ ബാത്തിനി ശരീഅത്ത് ഉണ്ടെങ്കിൽ ബാഹ്യമായ ശരീഅത്തിലുള്ള കുറവുകൾ വരെ പരിഹരിക്കപ്പെടും. കാരണം അവർ വിജയം പ്രാപിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആരതിനെ ശുദ്ധമാക്കുന്നുവോ അവർ വിജയിച്ചു എന്ന്. എന്നാൽ നഫ്സിനെ ശുദ്ധമാക്കാതെ ബാത്തിനി ശരീഅത്തില്ലാതെ ഈ ബാഹ്യമായിട്ടുള്ള ശരീഅത്ത് മാത്രമായാൽ തീർച്ചയായിട്ടും അത് തെറ്റിക്കപ്പെടും. അവർ വിജയം പ്രാപിക്കുകയില്ല. അത് മാത്രം പിടിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരെയും അളക്കാൻ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, അപ്പൊ ഈ നഫ്സിനെ ശുദ്ധീകരിച്ചാൽ വരെ ഒരാൾ മുഅ്മിനാകില്ല എന്നുള്ളതാണ്. നഫ്സിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ വരെ ഒരാൾ മുഅ്മിനാവുന്നില്ല. അപ്പോൾ ഒരാൾ എങ്ങനെയാണ് മുഅ്മിനാവുന്നത്? ഒരാൾ എങ്ങനെയാണ് മുഅ്മിനാകുന്നത്? യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞു തുടങ്ങുന്നത് എപ്പോഴാണ് എന്നുള്ളത് വരെ ഇവർ പഠിപ്പിക്കുന്നില്ല എന്നാണ്. ഈ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഈ മതസംഘടനകളും മാത്രമല്ല, ഇവിടുത്തെ തെരീക്കത്തുകൾ എന്ന് തന്നെ, അതാണ് നേരത്തെ പറഞ്ഞത്, ഇവിടുത്തെ തെരീക്കത്തുകൾ വരെ മങ്ങിച്ച വന്നതെന്ന്. ഇവിടുത്തെ തെരീക്കത്തുകൾ വരെ അത് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് സമസ്തക്ക പ്രസ്താവന ഇറക്കുമ്പോൾ അവർക്ക് മിണ്ടാതെ നിൽക്കുന്നത്. എന്നാൽ സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹിയുടെ അണികൾ മിണ്ടാതെ നിൽക്കില്ല. എന്തെന്ന് പറഞ്ഞാൽ സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹി ആരാണ് മുഅ്മിൻ എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. മാത്രമല്ല ലക്ഷക്കണക്കിന് മനുഷ്യരെ മുഅ്മിനാക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് മുഅ്മിനാകല്, ആരാണ് മുഅ്മിൻ എന്നത് വരെ ഇവിടുത്തെ ജനങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അതുവരെ ഇവിടുന്ന് മാഞ്ഞുപോയി എന്നുള്ളതാണ്. ഖുർആൻ 49-ാമത്തെ സൂറത്ത് 14-ാമത്തെ ആയത്തിൽ ഗ്രാമീണ അറബികൾ നബിയോട് വന്ന് പറയുന്നുണ്ട്. ഗ്രാമീണ അറബികൾ പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്, ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന്. നീ പറയുക, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹു പറഞ്ഞു, ഖുർആൻ പറഞ്ഞു അവരോട് പറയാൻ നിങ്ങൾ മുഅ്മിനായിട്ടില്ല എന്ന്.
എന്നാൽ ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. അവർ നബിയെ ബാഹ്യമായിട്ട് സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊള്ളുക. വിശ്വാസം നിങ്ങളുടെ കൽബിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടില്ല, ഈമാൻ നിങ്ങളുടെ കൽബിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈമാൻ കൽബിൽ പ്രവേശിച്ചാലാണ് ഒരാൾ മുഅ്മിനാവുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൽബുകളിൽ ഈമാൻ പ്രവേശിപ്പിച്ച് അവരെ മുഅ്മിനാക്കുകയാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോവർ ഷാഹി ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം അന്ത്യനാൾ അടുത്തു, ഇത് കലികാലമാണ് എന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അവസാന കാലം അടുത്തു. അവസാന കാലം അടുത്താൽ കലികാലമായാൽ ഇരുട്ട് എവിടെയാണാകല്? ഇരുട്ട് ഉള്ളിലാണാകല്, ഹൃദയത്തിലാണാകല്, കൽബിലാണാകല്. കൽബിലുള്ള ഇരുട്ട് തീർത്തുകൊണ്ട് ആണ് ഇമാം മഹദി വരിക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അവിടുത്തെ തഅലീം നിങ്ങൾക്ക് പഠിച്ചു നോക്കാം. എല്ലാം പഠിച്ചു നോക്കുന്നവരാണ് കേരളത്തിലുള്ള അന്വേഷികൾ. ദീൻ ഇലാഹി എന്ന് പറയുന്ന അവിടുത്തെ വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് എത്തിക്കുന്നതാണ്. പഠിച്ചു നോക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിച്ചു നോക്കാം. അതുപോലെ അവിടുത്തെ പൂർണ്ണകരം, പൂർണ്ണ പ്രതിനിധി സയ്യിദ് യൂനിസ് അൽ ഗോഹർ അൽറാ ടി വിയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നുണ്ട്. 20-ലേറെ വർഷത്തിലായി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഇതുപോലുള്ള പണ്ഡിതന്മാരെ അദ്ദേഹം ക്ഷണിക്കുന്നുണ്ട്. ഖുർആനും ഹദീസും എടുത്തിട്ട് തന്നെ വരൂ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ ഉറുദും ഇംഗ്ലീഷും അറിയുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരുണ്ടെങ്കിൽ ഓൺലൈനിലായി കോൺടാക്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം ഒരുക്കാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അൾട്രാ ടി വി നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇത് പബ്ലിക്കാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദേശ മത വ്യത്യാസമില്ലാതെ ദൈവിക പ്രഭ, അള്ളാഹുവിന്റെ നൂറ് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയെ, സയ്യിദ് യൂനിസ് അൽ ഗോഹറിനെ ജനലക്ഷങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അൾട്രാ ടി വിയിൽ പബ്ലിക്കായി ഇന്ത്യൻ സമയം 3 മണിക്ക് അവിടുന്ന് ലൈവിൽ വരുന്നുണ്ട്. ഇത് ആർക്കും കേൾക്കാം, ആർക്കും. ഇതിന്റെ സിസ്റ്റം വിശാലമാണ്. ഇത് ആർക്കും കേൾക്കാം, വിമർശിക്കാം, പഠിക്കാം, തള്ളിക്കളയാം. എന്നാൽ ഇതിനോട് ആകർഷണം തോന്നുന്നവർ, അതിന്റെ ആത്മാക്കൾ അതിനെ സ്വീകരിക്കും. എവിടെ ഇരുന്നു, ലോകത്തിന്റെ ഏത് കോണിലിരുന്നു സ്വീകരിക്കാം. സയ്യിദ് യൂനിസ് അൽ ഗോഹറിനെ ഫോളോ ചെയ്യാം എന്നുള്ളതാണ്. എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. അബൂ ഹുറൈറ പറയുന്നുണ്ട്, എനിക്ക് 2 തരം ഇൽമുകൾ നബിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് നിങ്ങളോട് പറഞ്ഞു, രണ്ടാമത്തേത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന്. ഒന്നാമത്തെ ബാഹ്യമായിട്ടുള്ള ഇൽമാണെന്ന് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ ബാത്തിനിയായ ഇൽമാണ്, ആത്മീയതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈമാറിയ ആത്മീയതയാണ്. എന്താണത്? അബൂ ഹുറൈറ പോലും പറയുന്നു, രണ്ടാമത്തെ ഇൽമു പറഞ്ഞാൽ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈമാറിയ യഥാർത്ഥ ആത്മീയത എന്ത്? ആത്മീയതയുടെ ആദ്യ സ്റ്റെപ്പാണ് നേരത്തെ പറഞ്ഞത്. മുഅ്മിൻ ആകണമെങ്കിൽ തന്നെ എന്താകണം? കൽബിലേക്ക് ഈമാൻ പ്രവേശിക്കണം. അവിടെ നിന്നാണ് ആത്മീയ യാത്ര ആരംഭിക്കുന്നത്. ഈ യഥാർത്ഥ ആത്മീയത വിശാലമായിക്കൊണ്ട്, സമഗ്രമായിക്കൊണ്ട്, ഇവിടെ വ്യക്തതയില്ലാതെ പല ഷെയ്ഖുമാരും പല തരീഖത്തുമാരും അവരൊക്കെ മങ്ങിച്ചയായതുകൊണ്ട് തന്നെ വ്യക്തതയില്ലാതെ കഷ്ണം കഷ്ണമൊക്കെ പറയാണ്. എന്നാൽ സമഗ്രമായി മനുഷ്യന്റെ ഉള്ളിൽ എന്താണുള്ളത്, എന്താണ് അള്ളാഹുവിന്റെ രഹസ്യം, എന്താണ് മറ്റുള്ള ആത്മീയ ലോകങ്ങൾ, എങ്ങനെയാണ് അവിടേക്ക് സഞ്ചരിക്കുന്നത്, ഇതെല്ലാം വളരെ വ്യക്തമാക്കിക്കൊണ്ട് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി പഠിപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിധി നമുക്കറിയാം. മദീന പള്ളിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സമ്പത്ത് വീതിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എല്ലാവരും ഓടിപ്പോയി, അവരെ വിചാരം സമ്പത്ത് വീതിച്ചു കൊടുക്കാന്ന്. നോക്കിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽമു പറഞ്ഞു കൊടുക്കുകയാണ്, ദിക്ർ കൊടുക്കുകയാണ്, ഈ ആന്തരിക വിജ്ഞാനത്തെ കൈമാറുകയാണ്. ഈ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറുന്ന ദിവ്യപ്രഭ ദിക്റിനെ കൊടുക്കുകയാണ്. ഇതിനെ സമഗ്രമായി പഠിപ്പിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിധി വിതരണം ചെയ്തുകൊണ്ടാണ് ഇമാം മഹദി വരൽ. ആദ്യമായിട്ട് ഇവിടെ ആന്തരിക അടിത്തറയാണ് പാകേണ്ടത്. സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി ചോദിക്കുന്നുണ്ട് ദീനിലാഹിയിൽ, നിങ്ങൾ എന്തെങ്കിലും അള്ളാഹുവിനോട് എല്ലാവരും ചോദിക്കുന്നത് എന്താണ്? സമ്പത്താണ്, ദുനിയാവിൽ ആഗ്രഹങ്ങളാണ്, ഒക്കെയാണ്. എന്നാൽ ഇതിനപ്പുറം അള്ളാഹുവിനോട് എപ്പോഴെങ്കിലും നിങ്ങൾ അള്ളാഹുവെ നിന്നെ എനിക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി ചോദിച്ചിട്ടുണ്ടോ എന്ന്? സുഹൃത്തുക്കളെ, അങ്ങനെ ചോദിച്ച അന്വേഷികൾ ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമാം മഹദി, സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി ഓരോ മനുഷ്യനും ദൈവത്തെ കരസ്ഥമാക്കി കൊടുക്കാൻ, അള്ളാഹുവിനെ കരസ്ഥമാക്കി കൊടുക്കാൻ, അള്ളാഹുവിന്റെ നൂറ്, അള്ളാഹുവിന്റെ ദിവ്യപ്രഭ, ദൈവത്തിന്റെ ദിവ്യപ്രഭ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ടാണ് വരുന്നത്. മരിച്ചാലും മരിക്കാത്തതിനെ കൊടുക്കാനാണല്ലോ ഇമാം മഹദി വരേണ്ടത്. റസൂലുള്ളാഹിയുടെ ഈ നിധി വിതരണം ചെയ്തുകൊണ്ടാണ് ഇമാം മഹദി വരുന്നത്. അപ്പോഴാണ് ഈ ആന്തരിക അടിത്തറ സെറ്റായാലാണ് ബാക്കി എല്ലാം ഇവിടെ സംഭവിക്കൽ, ബാക്കി എല്ലാ നീതിയും ഇവിടെ പുലരിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും ഇതൊക്കെ ഖുർആൻ വ്യക്തമായിട്ട് സൂചന നൽകിയതാണ്. എന്നാൽ ഇവിടുത്തെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഖുർആൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരുമാണ്. ഖുർആൻ പറഞ്ഞ താക്കീതാണ്. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അൽ കഹ്ഫിൽ 18-ാമത്തെ സൂറത്തിൽ 17-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അള്ളാഹു ആരെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിച്ചവൻ. അവൻ ആരെ ദുർമാർഗത്തിലാക്കുന്നുവോ അവനെ നേർവഴിയിലേക്ക് നയിക്കുന്ന മുർഷിദായ ഒരു വലിയനെ നീ കണ്ടെത്തുകയില്ല തന്നെ. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു ചിന്തിക്കണം. ഖുർആൻ ചിന്തിക്കേണ്ട ഗ്രന്ഥമാണ്. ഒരാൾ നേർവഴിയിലാക്കുമെങ്കിൽ, അള്ളാഹു ഒരാളെ നേർവഴിയിലാക്കാൻ ഉദ്ദേശിച്ചാൽ എന്താ ചെയ്യല്? അവൻ മുർഷിദായിട്ടുള്ള ഒരു വലിയനെ കണ്ടെത്തും.
മുർഷിദായിട്ടുള്ള വലിയ ആരായിരിക്കും? തീർച്ചയായിട്ടും അത് ഖുർആനിൽ തന്നെ കിട്ടേണ്ടതാണ്. സുഹൃത്തുക്കളെ, അപ്പൊ ഇതേ സൂറത്തിൽ അൽ-കഹ്ഫിൽ ഇതേ സൂറത്തിൽ തന്നെ 28ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ആരാണ് മുർഷിദായ വലിയ എന്നുള്ളതും അതിൽ നിന്ന് കിട്ടും, ആരെ നമ്മൾ അനുസരിക്കരുത് എന്നുള്ളതും കിട്ടും. അതായത് 28ാമത്തെ ആയത്തിൽ പറയുന്നത്, ഏതൊരുവന്റെ ഹൃദയത്തെ, ഏതൊരുവന്റെ കൽബിനെ നമ്മുടെ ദിക്റിനെ വിട്ട് നാം അശ്രദ്ധമാക്കിയിരിക്കുന്നുവോ അവരെ അനുസരിക്കരുത് എന്നാ പറയുന്നത്. ഏതൊരുവൻ തന്നിഷ്ടത്തെ പിന്തുടരുകയും അവന്റെ കാര്യം അതിര് കവിഞ്ഞതായിരിക്കുകയും ചെയ്യുന്നുവോ അവനെ നീ അനുസരിച്ചു പോകരുത്. അതായത് അള്ളാഹുവിന്റെ ദിക്റ് കൽബിലില്ലാത്തവരെ അനുസരിക്കരുത്. അപ്പൊ അള്ളാഹുവിന്റെ ദിക്റ് കൽബിലുള്ള, അത് കൽബിൽ നിന്ന് കൽബിലേക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നവരാണ് മുർഷിദായ വലിയ. അള്ളാഹുവിന്റെ ദിക്റ് കൽബിലില്ലാത്തവരെ അനുസരിക്കരുത്. അള്ളാഹുവിന്റെ ദിക്റ് കൽബിലേക്ക് പ്രവേശിച്ചാലാണ് മുഅ്മിനാവുക എന്ന് വരെ അറിയാത്ത, അള്ളാഹുവിന്റെ ദിക്റ് കൽബിലില്ലാത്ത, സമസ്ത അടക്കമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അവസാന കാലത്തെ കൽബ് ജാഹിലും നാവ് മാത്രം ആലിമുമായ പണ്ഡിതരെ അനുസരിക്കരുത് എന്നത് ഖുർആനാണ്. ഇവര് നിങ്ങളോട് പറഞ്ഞു തരാണ് അവരനുസരിക്കരുത്, ഇവരനുസരിക്കരുത്, ഇവര് വിരുദ്ധാണെന്ന്. നിങ്ങൾ അനുസരിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഈ പണ്ഡിതന്മാരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയിട്ടുണ്ട്. ഈ പണ്ഡിതരെ ഒന്നും അനുസരിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. കൽബിനെ ഹയാത്താക്കി തരുന്നവരെയാണ് അനുസരിക്കേണ്ടത്. അവര് വൈകിച്ചവരാവില്ല. കൽബ് ഹയാത്താകാത്തവര് അവരുടെ തന്നിഷ്ടത്തിലായിരിക്കും, അവരുടെ നാവ് മാത്രമായിരിക്കും ആലിമ്, കൽബ് ജാഹിലായിരിക്കും. എന്നാൽ സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി മനുഷ്യരുടെ കൽബിനെ ഹയാത്താക്കി, അള്ളാഹു നോക്കുന്ന കൽബിനെ ഹയാത്താക്കി, അള്ളാഹു നോക്കുന്ന ആത്മഹൃദയത്തെ ഹയാത്താക്കി അവരെ അള്ളാഹുമായിട്ട്, ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുക. അതിനു മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ദീനിലാഹി വേങ്ങി സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈമാറിയ ആന്തരിക ജ്ഞാനം സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി വിവരിക്കുന്നുണ്ട്. അത് ദീനിലാഹി വേങ്ങി നിങ്ങൾ പഠിച്ചു നോക്കുക. അതുപോലെ അൾട്രാ ടി വി കേട്ടു നോക്കുക. അൾട്രാ ടി വിയിൽ സെയ്ദ് യൂനുസ് അൽ ഗോഹർ ലൈവാണ്. ലോകത്തിന് ഈ ദിവ്യ സന്ദേശത്തെ, ഈ ദൈവിക സ്നേഹത്തിന്റെ, ഡിവൈൻ ലവിന്റെ സന്ദേശത്തെ പബ്ലിക്കായി അവിടുന്ന് പറയുന്നുണ്ട്. അവിടത്തേക്ക് അണിയുന്നവരിൽ ഉള്ളിലേക്ക് അത് ഇട്ടുകൊടുത്തുകൊണ്ട് പ്രാക്ടിക്കൽ ആക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ ആത്മീയതയുടെ ബേസിക് താലീം സമഗ്രമായിട്ട് മലയാളത്തിൽ ഡോക്ടർ അൻവർ കേഹത്ത്, കേരളത്തിലെ സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ ബുള്ളേഷ അൻവർ കേഹത്ത് വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അൾട്രാ മിഷൻ എന്ന യൂട്യൂബ് ചാനലിൽ ഇന്ന് അന്വേഷികൾ പലരും അത് കേട്ടു നോക്കുന്നുണ്ട്. ആ വിജ്ഞാനത്തെ നുകരുന്നുണ്ട്. ആ വിജ്ഞാനം ഉന്നതമായ ദാത്തിൽ നിന്നുള്ളതാണെന്നും ആ വിജ്ഞാനം യഥാർത്ഥ ഹക്കാണെന്നും തീർച്ചയായും കുറെ പേര് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊന്നും തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഇമാം മഹദിയുടെ ഈ മിഷനെ തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ആളുകൾ പഠിച്ചു നോക്കുക തന്നെ ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ആ ചാനൽ ആദ്യത്തെ വീഡിയോ മുതൽ പടിപടിയായി നിങ്ങൾക്ക് കേട്ടു നോക്കാം. ഇനി തീർച്ചയായിട്ടും നമുക്ക് ഹദീസിലേക്ക് കടക്കാം. അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ലാമിന്റെ പേര് മാത്രം അവശേഷിക്കുന്ന, ഖുർആനിന്റെ ലിപി മാത്രം അവശേഷിക്കുന്ന ഒരു കാലം തീർച്ചയായും ജനങ്ങൾക്ക് വരും. സുഹൃത്തുക്കളെ, ചിന്തിച്ചു നോക്കുക. ഇന്ന് ഇസ്ലാമിന്റെ പേര് മാത്രമാണ് അവശേഷിക്കുന്നത്. ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഷറഹ് സദർ ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഷറഹ് സദർ എന്ന് പോലും ഇവർക്ക് അറിയില്ല. നെഞ്ച് ജിമ്മിൽ പോയിട്ട് വിശാലാക്കലല്ല, കൽബിനെ തുറക്കണം, ഹൃദയത്തെ തുറക്കണം, ആത്മഹൃദയത്തെ തുറക്കണം. അത് ചെയ്തു കൊടുക്കുകയാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ പുരോഹിതന്മാരടുത്തും പണ്ഡിതന്മാരടുത്തും ഇസ്ലാമിന്റെ പേര് മാത്രമാണുള്ളത്. ഖുർആൻ എന്ന് എല്ലാവരും, ഈ പറഞ്ഞ സമസ്ത അടക്കം കേരളത്തിലെ എല്ലാ മതസംഘടനകളും മത്സരിച്ച് ഖുർആൻ അച്ചടിക്കുന്നുണ്ട്, ഖുർആനിന്റെ തർജ്ജമ ഇറക്കുന്നുണ്ട്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഖുർആൻ ലിപിയിൽ മാത്രമാകുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഖുർആൻ ലിപിയിൽ മാത്രമായിരിക്കുന്നു. ഖുർആൻ എവിടെയാണ് ഇറങ്ങിയത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബിലാണ് ഇറങ്ങിയത്. കൽബിൽ നിന്ന് കൽബിലേക്ക് കൈമാറുന്നതാണ് യഥാർത്ഥ ഖുർആൻ, ബാത്തിനി ഖുർആൻ. കൽബിൽ നിന്ന് കൽബിലേക്ക് ഖുർആൻ കൈമാറിക്കൊണ്ട് ലിപിക്കപ്പുറമുള്ള ഖുർആനുമായിട്ടാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി വന്നിരിക്കുന്നത്. ഇനി പറയുന്നത് നോക്കാം, ഇന്നത്തെ കാലത്തിന്റെ നേർചിത്രമാണ്. അവരുടെ പള്ളികൾ ബാഹ്യമായി ഗംഭീരമായിരിക്കും. നമുക്കറിയാം, ഇന്ന് ഇവിടെയുള്ള സമസ്തയും സകലരും, ഇവിടെ മുജാഹിദും ജമാഅത്തും APയും മീക്കയും ഒക്കെ മത്സരിച്ച് അറബി പണം ഇവിടെ ഇറക്കിക്കൊണ്ട് വലിയ വലിയ പള്ളികൾ പണിയുകയാണ്. റസൂൽ പറയുന്നു, പള്ളികൾ ബാഹ്യമായി ഗംഭീരമായിരിക്കും, എന്നാൽ അവിടെ ഹിദായത്ത് ഉണ്ടാകില്ല, നേർമാർഗം ഉണ്ടാകില്ല. നേർമാർഗം എവിടെയാണ്? നേർമാർഗത്തിലേക്ക് പോകുന്നവർ മുർഷിദായ വലിയനെ കണ്ടെത്തും. മുർഷിദായ വലിയ ആരാണ്? അവരുടെ ആത്മഹൃദയത്തെ, കൽബിനെ ഹയാത്താക്കി കൊടുക്കുന്നവരാണ് മുർഷിദായ വലിയ. ഈമാൻ കൽബിലേക്ക് പ്രവേശിപ്പിക്കും. അതാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി ചെയ്യുന്നത്. അവരുടെ പണ്ഡിതർ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികളായിരിക്കും. നിങ്ങൾക്ക് തരാനുള്ള മറുപടി അള്ളാഹുവിന്റെ റസൂല് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരുടെ പണ്ഡിതർ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികളായിരിക്കും. അവരിൽ നിന്നാണ് ഫിത്നകൾ പുറപ്പെടുന്നത്, അവരിലേക്ക് തന്നെ മടങ്ങും. നിങ്ങളുടെ എല്ലാ ഫിത്നയും നിങ്ങളിലേക്ക് തന്നെ മടങ്ങുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും പഠിച്ചു നോക്കുക.
സമസ്ത തീർച്ചയായിട്ടും ഇനിയും വിജ്ഞാനികമായി വിമർശിക്കട്ടെ. സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ അണികൾ മിണ്ടാതിരിക്കില്ല. കാരണം ഇത് കേവലമായിട്ടുള്ള മങ്ങിച്ച വന്ന തെരീക്കത്തല്ല, ഇത് ഹക്കാണ്. ഓക്കെ.